ഹായ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ കവുങ്ങ് കൊണ്ട് നമ്മളൊരു സോഫ സെറ്റ് നിർമ്മിക്കുകയാണ്. കവുങ്ങ് കൊണ്ട് നമുക്ക് പല ഐറ്റംസ് സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. കവുങ്ങ് നമ്മൾ വിചാരിച്ച മാതിരി അത്ര ചില്ലറക്കാരനൊന്നുമല്ല. അപ്പോൾ നമ്മൾ കവുങ്ങ് കൊണ്ട് ഒരു 2 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സോഫ സെറ്റാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മുടെ അളവനുസരിച്ച് കട്ട് ചെയ്തെടുത്ത കവുങ്ങ് പീസുകൾ നമുക്ക് നെടുകെ പിളർത്തിയെടുക്കാം. അതായത് ഒരു റൗണ്ട് പീസ് നമുക്ക് 2 പീസാക്കി മാറ്റാം. എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ പിളർത്തിയെടുക്കാം. ചെറിയ പീസുകളൊക്കെ നമുക്ക് ഇതേ രീതിയിലും പിളർത്തിയെടുക്കാം. അപ്പോൾ അതെ, എല്ലാ പീസുകളും നമ്മൾ പിളർത്തിയെടുത്തു. ഇനി നമുക്ക് ചെറിയ പീസുകൾ, നമുക്ക് ഇരിപ്പിടത്തിന് വേണ്ടിയിട്ടുള്ള പീസാണ് ഏറ്റവും ചെറിയ പീസുകൾ. അത് നമുക്ക് 4ആയി പിളർത്തിയെടുക്കാം. നമ്മൾ 2ആയി പിളർത്തിയതിൻ്റെ നടുവിലൂടെ വീണ്ടും നമുക്ക് പിളർത്താം. ഇതേപോലെ. അപ്പോൾ അതും നമ്മൾ പിളർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കാമ്പ് ഇതേപോലെ ചെത്തി ഒഴിവാക്കണം. അതേപോലെ തന്നെ പുറംഭാഗത്തെ തൊലിയും നമുക്ക് കളയണം. അപ്പോൾ ആദ്യം നമുക്ക് ഉൾഭാഗത്തെ കാമ്പ് ഒഴിവാക്കാം. നമ്മൾ നടുകെ പിളർന്ന പീസിൻ്റെയും എല്ലാ പീസിൻ്റെയും കാമ്പ് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കൊത്തി ഒഴിവാക്കണം. ഇനി നമുക്ക് പുറംഭാഗത്തെ തൊലി ചെത്തി മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ പീസിൻ്റെയും ഉൾഭാഗത്തെ കാമ്പും അതേപോലെ തന്നെ പുറംഭാഗത്തെ തൊലിയും ചെത്തി മിനുക്കിയെടുത്തു. ഇനി നമുക്കിത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കവുങ്ങ് പീസുകളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ കാലിനുള്ള പീസുകളാണ് ആദ്യം നമ്മൾ റെഡിയാക്കുന്നത്. അതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കും. പുറംഭാഗത്തേക്കുള്ള കാലുകളാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത്. അത് നമ്മൾ 85 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് 2 കാലുകളും നമ്മൾ എടുക്കുന്നത്. മുൻഭാഗത്തേക്കുള്ള കാലുകൾ നമ്മൾ 65 സെൻറ്റിമീറ്റർ ഉയരത്തിലുമാണ് എടുക്കുന്നത്.
അപ്പോൾ അതാ നമ്മുടെ 4 കാലുകളുടെയും ഇരുഭാഗങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ 2 കാലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തേക്കുള്ള പീസാണ്. ആ 2 പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. ഈ 2 പീസും നമ്മൾ 2 ഭാഗത്ത് നിന്നും 6 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഉൾഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം, അതായത് 2 ഭാഗവും അടയാളപ്പെടുത്തിയതിൻ്റെ കറക്റ്റായിട്ട് 2 ഭാഗത്ത് നിന്നും നമുക്ക് കുറച്ച് ഭാഗം സൈഡ് ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നടുഭാഗം അവിടെ വെക്കണം. നടുഭാഗം നമുക്ക് കാലുകൾക്കുള്ളിലേക്ക് കയറ്റി വെക്കാനുള്ളതാണ്. 90 സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മളിതിന് ഈ 2 പീസുകൾക്കും നമ്മൾ നീളം എടുത്തത്. അതായത് നമ്മുടെ സോഫയ്ക്ക് 90 സെൻറ്റിമീറ്റർ ആണ് നീളം ഉണ്ടാവുക. ഞാനെടുത്ത അളവുകളൊക്കെ പറയുന്നതന്നെ ഉള്ളൂ. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതായത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അളവുകളൊക്കെ എടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ ആ 2 പീസുകളും നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ 4 കാലുകൾക്കും അടിയിൽ നിന്നും മുകളിലേക്ക് 36 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമുക്ക് ഇതിന് ഹോൾസ് തയ്യാറാക്കണം. കാലുകളുടെ നടുഭാഗത്താണ് നമ്മൾ ഹോൾസ് തയ്യാറാക്കേണ്ടത്. ഇതേപോലെ 2 ഭാഗത്തും ഹോൾസ് തയ്യാറാക്കിയതിന് ശേഷം നടുഭാഗം നമുക്ക് ഇതേപോലെ കത്തിയോ ഉളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹോൾസുകളൊക്കെ റെഡിയായി. ഇനി നമുക്ക് പുറകിലെ 2 കാലും അതേപോലെ തന്നെ മുന്നിലെ 2 കാലും തമ്മിൽ ഇതേപോലെ ബന്ധിപ്പിക്കാം.
ഇതപ്പോൾ നമ്മൾ മുന്നിലെ കാലും അതേപോലെ തന്നെ പിറകിലെ കാലും തമ്മിൽ ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇരിപ്പിടത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പീസുകൾ നമുക്ക് റെഡിയായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. 45 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ ഈ പീസുകൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇരിപ്പിടത്തിനായിട്ടുള്ള പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊക്കെ ഒന്നുകൂടി നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് മിനുക്കി എടുക്കാം. സൈഡുകളൊക്കെ ഒന്ന് നന്നാക്കി മിനുക്കി എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ഇരുഭാഗവും, അതായത് നമ്മുടെ ഈ പീസിൻ്റെ ഇരുഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് ചെത്തിയിട്ട് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിൽ അവിടെയുള്ള മൂർച്ച നമ്മൾ ഒഴിവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇരിപ്പിടത്തിനുള്ള പീസുകളൊക്കെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ആണികളാണ്. ഈ ആണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആണികൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ഉണങ്ങിയ നല്ല മുളങ്കമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആണി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇരുമ്പാണിയൊന്നും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഉണങ്ങിയ കവുങ്ങിൻ്റെ പീസ് കൊണ്ട് നമുക്ക് ഇതേപോലെ ആണി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മുളങ്കമ്പുകളാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാലുകൾ തമ്മിൽ അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഒരേ അളവ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉറപ്പിക്കുക. അതായത് നമ്മളിത് കയറ്റി വെച്ചതാണല്ലോ, അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മുടെ മുളയാണി കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. അത് ഇതേപോലെ മുളയാണി നമ്മൾ കയറ്റുമ്പോൾ നമ്മൾ അതിൽ ഫെവിക്കോള് അതായത് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുളയാണി അതിലേക്ക് നമ്മുടെ ഹോൾസിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ കാലുകളൊക്കെ നമ്മൾ ഉറപ്പിച്ചു. ഇനി നമുക്കിതാ നമ്മുടെ ഇരിപ്പിടം അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ ഓരോ പീസുകളും നമുക്ക് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. നമ്മുടെ കാലുകൾ തമ്മിൽ ഇരുഭാഗവും ഒരേ അകലത്തിൽ അളവ് വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഇരിപ്പിടം നമുക്ക് ഉറപ്പിക്കാൻ. ആദ്യം രണ്ട് സൈഡിലെ ഓരോ പീസുകളും ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് നടുവിലുള്ള എല്ലാ പീസുകളും നമുക്ക് അതേപോലെ തന്നെ ഉറപ്പിക്കാം. ഇനി നമ്മുടെ സോഫയുടെ അടിഭാഗത്ത്, അതായത് അടിഭാഗത്ത് നിന്നും നമ്മളൊരു 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമ്മൾ ഇതിന് 3 ഭാഗത്ത്, അതായത് മുൻഭാഗത്ത് 2 സൈഡ് ഭാഗത്ത്, ബാക്കിൽ വേണ്ട, നമ്മളൊരു വള്ള് കൊടുക്കുന്നുണ്ട്. 3 ഭാഗത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ വള്ളുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ പുറകു ഭാഗത്ത് നമുക്ക് ചാരിന് വേണ്ടിയിട്ടുള്ള പീസുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാരിൻ്റെ പീസുകളൊക്കെ നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് രണ്ട് ഭാഗത്തും ഇതിന് നമ്മുടെ സോഫ സെറ്റിന് ഓരോരു കൈ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ കൈയുടെ അടിഭാഗത്ത് വരുന്ന ആ ഭാഗത്ത് ഒരു ഒഴിവുള്ള ഭാഗത്ത് നമ്മളൊരു പീസ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു വൃത്തിക്ക് വേണ്ടി. ഇനി നമുക്ക് സോഫ സെറ്റിൻ്റെ കൈകൾ ഫിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ നമ്മുടെ സോഫ സെറ്റിൻ്റെ ഒരുവിധം പണിയൊക്കെ പൂർത്തിയായി. ഇത് നമ്മൾ കാലിനുള്ളിലൂടെ കയറ്റി വെച്ച പീസിൻ്റെ പുറംഭാഗത്തേക്കുള്ള ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി വൃത്തിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോഫ സെറ്റിൻ്റെ നമ്മൾ ഫിറ്റ് ചെയ്ത പീസുകൾക്കൊക്കെ ഗ്യാപ്പുകളിൽ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇതേപോലെ തേച്ച് കൊടുക്കാം. അത് ഉണങ്ങി 24 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് പണിയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണങ്ങി നമ്മുടെ സോഫ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉരസി മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരസിയെടുത്തു. ഇനി നമ്മൾ ഇതിന് സ്ലീക്ക് അടിക്കുകയാണ്. വാർണിഷും അടിക്കുക, നമുക്ക് സ്ലീക്കാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സ്ലീക്കാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ സ്ലീക്ക് അടിച്ചതിന് ശേഷം നമ്മൾ 2 പോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ പോട്ടുകൾ നമ്മൾ പുറകുവശത്തെ 2 കാലുകളുടെയും പിറകിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രൂ ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഇതിൽ നമുക്ക് ഫ്ലവർ അല്ലാതെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതപ്പതാ നമ്മുടെ സോഫ സെറ്റ്, അടിപൊളി സോഫ സെറ്റ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ല. ഇത് നമ്മുടെ കവുങ്ങ് കൊണ്ട് മാത്രമാണ് നമ്മൾ നിർമ്മിച്ചത്. വളരെ ചിലവ് കുറവാണ്, ചിലവൊന്നും ഇല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിന് ഉപയോഗിച്ച ഒരേ ഒരു സാധനം നമ്മളിതിൻ്റെ സ്ലീക്ക് മാത്രമാണ്. ബാക്കി എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ്. കവുങ്ങ്, അതേപോലെ തന്നെ ഇതിൻ്റെ ആണികളൊക്കെ നമ്മൾ ഇതിൻ്റെ കവുങ്ങിൻ്റെ അതേപോലെ തന്നെ മുളയിൻ്റെ ആണിയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ വേറൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മുടെ പണി മാത്രമേ ഇതിന് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.